കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതേസമയം ചില ആരാധനാലയങ്ങളിലേക്ക്, അതിൻ്റെ ഭരണസമിതിയിലേക്ക് ചില പൊളിറ്റിക്കൽ ചിന്താഗതികളുമായി മറ്റ് ചില ആൾക്കാർ, പ്രസ്ഥാനക്കാർ കടന്നു വരുന്ന കാര്യവും താങ്കൾ പറഞ്ഞിരുന്നു. കുറച്ച് പിന്നിലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ സമയത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഒരു വിവാദമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. അത് സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് കേരളത്തിലെ ആരാധനാലയങ്ങളിൽ, ഹൈന്ദവ ആരാധനാലയങ്ങളിൽ നിന്ന് RSSനെ മാറ്റണം, അല്ലെങ്കിൽ ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ളവ മാറ്റി നിർത്തേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള, സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ബോർഡുകൾക്ക് കീഴിൽ വരുന്ന അമ്പലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റണം എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. താങ്കൾ അതേക്കുറിച്ച് താങ്കളുടെ പക്ഷം? അയാളുടെ തെറ്റിദ്ധാരണയാണ്. RSSൻ്റെ പ്രവർത്തനം അമ്പലങ്ങളിലാണെന്നുള്ള അയാൾ തെറ്റിദ്ധരിച്ചു. അവർ പണ്ട് മുദ്രാവാക്യം അമ്പലമുറ്റത്ത് 6 അടി വടിയും എന്നൊക്കെ പറഞ്ഞൊരു മുദ്രാവാക്യം പണ്ട് അവർ വിളിച്ചിരുന്നു. അമ്പലമുറ്റത്ത് നമ്മൾ ശാഖ നടത്തിയിരുന്നുള്ളത് ശരിയാ, പക്ഷേ 80% സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനം നടത്തിയ അമ്പലമുറ്റത്തല്ല. നമ്മൾ ഗ്രൗണ്ടിൽ ഉപയോഗിച്ചു, ഒഴിഞ്ഞിടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചു, പ്രൈവറ്റ് ഗ്രൗണ്ടുകൾ ഉപയോഗിച്ചു. ഇതൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ശാഖ നടത്തിയിട്ടുണ്ട്. അപ്പം അവർ തെറ്റിദ്ധാരണയായിരുന്നു RSSൻ്റെ പ്രവർത്തനം അമ്പലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളൊരു ധാരണ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും എല്ലാവർക്കും അന്ന് തോന്നി. കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ശാഖ നടക്കുന്നുണ്ട്. ആ ശാഖ നടക്കുന്ന അമ്പലത്തിലല്ല, അമ്പലമായി ഇല്ലാത്ത സ്ഥലത്താണ്. സ്കൂളുകളുടെ ഗ്രൗണ്ടിൽ RSS ശാഖ നടക്കുന്നില്ലേ? പോയി നോക്കിയാൽ കാണാം. ഫോർട്ട് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ശാഖ നടക്കുന്നുണ്ട് നമ്മളിവിടെ. ഈ ആയുധ പരിശീലനം മാറ്റി നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് ആയുധങ്ങൾ ശേഖരിക്കാൻ RSS ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു നറേറ്റീവ് ആ കാലത്ത് ഉണ്ടായിരുന്നു. മീൻസ് ഈ ഒരു വിവാദത്തിൻ്റെ അനുബന്ധമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിയാണോ ഈ കേൾക്കുന്നത്? പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പലതും. നേരത്തെ ഞാൻ പറഞ്ഞ സംഘത്തിൻ്റെ പരിപാടികളിൽ നിയുദ്ധ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് ശരീരത്തിന് വേണ്ടിയിട്ടല്ലേ? ആരോഗ്യമുള്ള ശരീരം, വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞതല്ലേ? ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടി സംഘത്തിൻ്റെ പരിശീലനം നടത്തേണ്ട. അല്ല, ആയുധങ്ങളൊന്നുമില്ല. അത് വെറുതെ പറയുന്ന ദണ്ഡ എന്ന് പറയുന്ന യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഈ മാരകമായ പ്രഹരശേഷിയുള്ള വാൾ പരിച അങ്ങനത്തെ ഒന്നുമില്ല. അത് പറഞ്ഞു വരുത്തുന്നതാണ്. ആദ്യം തുടങ്ങിയ കാലത്തുണ്ടായിരുന്നു. അതും അയോധന വിദ്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് ആ കാലത്ത്, നാഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ കാര്യങ്ങളില്ല. തുടക്കത്തിൽ കളരിയുടെ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. കളരിയുടെ ഭാഗം ഇപ്പോൾ കളരി എല്ലാ സ്ഥലത്തും അഭ്യസിക്കുന്നില്ലേ? ആയുധ പരിശീലനം നടത്തുന്ന സംഘടനകൾ വേറെ ഉണ്ടല്ലോ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പം. പക്ഷേ അമ്പലങ്ങളിലൊന്നും ഉണ്ടായില്ല. ദണ്ഡ സംഘത്തിൻ്റെ യൂണിഫോമിൻ്റെ ഭാഗമാണ്. ദണ്ഡ ഉപയോഗിക്കുന്നുണ്ട്, അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ദണ്ഡ വെച്ചുകൊണ്ട് തന്നെയാണ് RSS നമ്മൾ റൂട്ട് മാർച്ച്, അതായത് പഥസഞ്ചലനം നമ്മൾ ഉപയോഗിക്കുന്ന പഥസഞ്ചലനം നടത്തുന്നത്. അല്ലാതെ കടകംപള്ളി സുരേന്ദ്രനും ബാക്കിയുള്ളവരോ പറയുന്നത് പോലെ ആയുധാഭ്യാസം അമ്പലങ്ങളിൽ നടത്തുന്നില്ല. പിന്നെ അമ്പലങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പ്രവർത്തനം നമ്മളുണ്ട്. അമ്പലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അമ്പലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, അവിടേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം 1500 1600 സ്ഥലങ്ങളിലേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലും കൂടി ഉണ്ടല്ലോ. ഇതിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു യൂണിഫോമിൻ്റെ കാര്യം സാന്ദർഭികമായിട്ട് പറഞ്ഞു. അപ്പോൾ അടുത്തിടെ അതിൽ ചില പരിഷ്കാരങ്ങൾ വേണ്ടതുണ്ട് എന്നൊക്കെ ചില നിർദ്ദേശം സംഘടനാ നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നതായി വാർത്തകളൊക്കെ കണ്ടിരുന്നു. ശരിക്കും അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അതേക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഒരു കാക്കി നിക്കർ, ആ ഒരു ട്രൗസർ, ആ ഒരു വേഷത്തിൽ അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഉപയോഗിച്ചിരുന്നത് നമ്മൾ കാക്കി നിക്കറാണ്. കാക്കി നിക്കർ, വെള്ള ഷർട്ട്, ക്യാപ്പ്, ബെൽറ്റ്, ദണ്ഡ. ഓരോ കാലത്തും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ട്. പണ്ട് ബൂട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഗട്ടീസ് പട്ടീസ് ബൂട്ട്, പണ്ട് പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന സാധനം. പിന്നെ അത് മാറ്റി ഷൂസ് ആക്കി. ഗട്ടീസ് പട്ടീസ് വേണ്ടാന്ന് വെച്ചു, കാക്കി സോക്സും ആക്കി. അതിനുശേഷം നമ്മൾ വീണ്ടും ഷർട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തി. പണ്ട് ഇവിടെ മാത്രം തുറന്നിരുന്ന ഷർട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് സാധാരണ ഷർട്ടാക്കി. വെള്ളയായിരിക്കണം എന്നുള്ളത് മാത്രം. കാലഘട്ടത്തിന് അനുയോജ്യമായ, അതായത് യുവാക്കന്മാർ ധാരാളം വന്നു, സ്റ്റുഡൻസ് ധാരാളം വന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള യൂണിഫോമുകൾക്ക് ആയിട്ട് മാറ്റി. അതിന് പ്രത്യേകിച്ച് കാര്യവുമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയുക, കാപ്പി കളറുള്ള പാൻറ്റും
പാൻസായി. പാൻസാക്കി. ഇപ്പം ഒരു ശാഖയിലും ഈ കാക്കി നിക്കർ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാം. നിത്യശാഖയിൽ കളിക്കാനും ബാക്കിയുള്ള സൗകര്യത്തിനൊക്കെ നിക്കറാണ് നല്ലത്. അതിന് ഇന്ന നിക്കർ വേണമെന്നില്ല. പണ്ടും ശാഖാവേഷം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ട്രൗസറോ കാര്യങ്ങളോ ശാഖയിൽ ഉപയോഗിക്കാം. പരിപാടികളിൽ യൂണിഫോം വേണം എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഈ യൂണിഫോം. ഈ പുതിയ പാൻസൊക്കെ മറ്റുള്ളതിനൊക്കെ ഏത് വേഷത്തിലും വരാം. മുണ്ടുടുത്തിട്ട് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. മുണ്ടുടുത്ത് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ല. പരിപാടി ഈ വ്യായാമ യോഗ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമായി. യോഗ അഭ്യസിക്കുന്നുണ്ട്. ശാഖയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് യോഗ. യോഗ അത്തരം വേളയിൽ കംഫർട്ടായിട്ടുള്ളത് നിക്കർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നിക്കർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പരിപാടികളിൽ യൂണിഫോമായിട്ട് ഉപയോഗിക്കുന്നത് പാൻറ്റാണ്. അങ്ങനത്തെ ഉള്ളൂ. വേറെ ഒരു അതിന് വലിയ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തുണ്ടായ ഒരു ആക്ഷേപം പറയുകയാണ് ഞാൻ. അതായത് ഇപ്പോൾ സമൂഹത്തിൽ ഈ ഒരു യൂണിഫോമിൻ്റെ മാറ്റത്തെക്കുറിച്ച്, അതായത് RSSലേക്ക് പഴയതുപോലെ ആൾക്കാർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു വരവ് കുറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പുരോഗമന ചിന്താഗതിയിലേക്ക് കടന്നുപോയി, അതുകൊണ്ട് തങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു യൂണിഫോം പരിഷ്കരണത്തിലേക്ക് RSSനെ കൊണ്ടെത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള ചില ആക്ഷേപങ്ങളോ അപവാദങ്ങളോ ഒക്കെ ആ സമയത്ത് കേട്ടിരുന്നു. ശരിയാണോ? അതല്ല. തുടക്കം മുതൽ പണ്ട് ആദ്യം ഡോക്ടർ ശാഖ തുടങ്ങിയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ മോഡലുള്ള യൂണിഫോം ആയിരുന്നു. ഈ പ്രത്യേക രീതിയിലുള്ള തൊപ്പിയും ഒരു ചെറിയ കുറുവടിയൊക്കെ ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിരുന്നു. കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൽ അത് മാറി 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 വന്നു. അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാറ്റമാണ്. അതല്ല, മറ്റുള്ളത് ആക്ഷേപങ്ങൾ മാത്രമാണ്. മറ്റു ആക്ഷേപങ്ങൾ മാത്രമാണ്.